നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റ് വാസ് എ റോബറി. പച്ചയായിട്ട് തുറന്നടിച്ചങ്ങ് പറയുകയാണ് റാഫീഞ്ഞ. FC ബാഴ്സലോണ തോറ്റു എന്ന് പറഞ്ഞാൽ ഈ കളി തോറ്റു എന്നല്ല, അഗ്രിഗേറ്റ് തോറ്റു. 3-2 അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. അപ്പോൾ ഈ രണ്ടാം പാദ മത്സരത്തിന് ശേഷം റാഫീഞ്ഞ റഫറിക്കെതിരെ തുറന്നടിക്കുന്നു. താരത്തിനെതിരെ നടപടി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഒരു താരവും പറയാറില്ല, അത്തരത്തിലുള്ള വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇറ്റ് വാസ് എ റോബറി ഫോർ മീ. റോബറിയാണ്, പകൽ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അവരെന്താണ് ചെയ്തത്? എത്രത്തോളം ഫൗളുകൾ അവർ വരുത്തി? എന്നിട്ടൊരു സിംഗിൾ യെല്ലോ കാർഡ് പോലും അത്ലറ്റിക്കോ മാഡ്രിഡിനില്ല. വി പ്ലേഡ് വെരി വെൽ, അതിൽ സംശയമില്ല. എനിക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്, അതായത് എനിക്ക് മനസ്സിലാകാത്ത, ഇനിയും മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ റഫറിമാർക്ക് ബാഴ്സലോണ വിജയിക്കുന്നതിൽ ഇത്ര ഭയം? ഐ റിയലി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫിയർ ദാറ്റ് ദീസ് റഫറീസ് ഹാവ് വിത്ത് ബാഴ്സ വിന്നിങ്. ബാഴ്സ ജയിക്കുന്നതിൽ ഇവർക്ക് എന്താണ് ഇത്ര പേടി, എന്താണ് ഇത്ര ഭയം? മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും, ശരിയാണ്. പക്ഷെ ആദ്യ പാദത്തിൽ സംഭവിച്ചു, രണ്ടാം പാദത്തിൽ സെക്കൻഡ് മാച്ചിൽ വീണ്ടും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഈ മത്സരങ്ങൾ തീർച്ചയായിട്ടും ഫെയർ ആയിട്ടല്ല ഇവിടെ കളി നടന്നത്. ഇത് തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് കട്ടെടുത്തതാണ് ഈ വിജയം. ദിസ് റൗണ്ട് വാസ് സ്റ്റോളൻ ഫ്രം അസ് എന്ന് തന്നെ റാഫീഞ്ഞ ശക്തമായ ഭാഷയിൽ പറയുന്നു. ഇത് തീർച്ചയായിട്ടും റാഫീഞ്ഞയ്ക്ക് പണിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ താരങ്ങൾ തുറന്നടിച്ച് പറയല്, ഇത് കട്ടതാണ്, ഇത് റോബറിയാണ്, ഞങ്ങൾക്കെതിരെ റഫറി നിന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണി കിട്ടും. റാഫീഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിനോട് കളി കഴിഞ്ഞ് പറയുന്നതും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ, നിങ്ങൾ പുറത്താണ്, അടുത്ത റൗണ്ടിൽ നിങ്ങൾ പുറത്താവും എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിനോട് അദ്ദേഹം നിന്ന് പറയുന്നത്. അതേപോലെ ഫ്രങ്കി ഡിയോങ്ങും റഫറിങ്ങിനെതിരെ സംശയവുമായിട്ട് രംഗത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് സ്ട്രെയിഞ്ച് റഫറിങ് ഡിസിഷൻസ് ഉണ്ടായി ഫസ്റ്റ് ലെഗിൽ, സെക്കൻഡ് ലെഗിലും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. പുബിൽ ഹാൻഡ് ബോൾ വെച്ച് ബോൾ മാറ്റി, എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്, ലക്ക് ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല എന്ന് ഫ്രങ്കി ഡിയോങ്ങും പറയുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.